blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. അതിനുശേഷം ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ, വിദ്യാർത്ഥികൾ അതിനു വേണ്ടി തയ്യാറായി നിൽക്കുക. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആൽവിൻ അലക്സ് മാത്യു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ആൽവിനെയും അതുപോലെ തൻ്റെ സഹോദരൻ അലൻ, രണ്ടുപേർക്കും ആരോഗ്യത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജയയുടെ ആരോഗ്യം, ഹെർണിയയിൽ നിന്നുള്ള പരിപൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി, സ്കിൻ അലർജി ഇതെല്ലാം മാറിപ്പോകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊരു സ്പോൺസർ ശോഭന മാത്യു, ഷോളാപ്പൂരിൽ നിന്നുള്ള സഹോദരിക്ക് വേണ്ടി. രണ്ടാമത്തെ മകൾ ജൂലി മാത്യുവിൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജൂലി. പ്രാർത്ഥന വിഷയങ്ങൾ മുഴുവൻ കുടുംബത്തിനും ആരോഗ്യവും അതുപോലെ സകല അനുഗ്രഹങ്ങളാലും നിറയപ്പെടാൻ വേണ്ടി, സാമ്പത്തിക അനുഗ്രഹങ്ങൾ അതുപോലെ കടബാധ്യതകൾ മാറാൻ വേണ്ടി. മറ്റൊരു സ്പോൺസർ ഹരിപ്പാട് നിന്നുള്ള ഒരു സഹോദരിയാണ്. തനിക്കും തൻ്റെ ഭർത്താവിനും ആരോഗ്യം ഉണ്ടാകാൻ, എല്ലാ അസുഖങ്ങളിൽ നിന്നും പരിപൂർണ്ണ സൗഖ്യം ലഭിക്കാൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാക്കനാട് നിന്ന് ഉള്ള മറ്റൊരു സഹോദരി, മക്കൾ ആതിര അതുപോലെ ആരതി, രണ്ടുപേരുടെയും ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാവി. അതുപോലെ ഈ സഹോദരിക്ക് കൂടുതൽ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ 4 സ്പോൺസേഴ്സിനെയും കർത്താവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കും. നല്ല കർത്താവെ, ഈ വിഷയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകം എമ്പാടുമുള്ള എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഈ സമയത്ത് പ്രസ്താവിച്ച എല്ലാ വിഷയങ്ങൾക്കും കർത്താവെ അത്ഭുതകരമായ മറുപടി അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ കർത്താവെ ഇവരിൽ ഓരോരുത്തരുടെയും മേൽ ഞങ്ങൾ പകർന്നിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. അമരവിള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 20 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവിക ഓഡിറ്റോറിയം, ചെക്ക് പോസ്റ്റിനു സമീപം, അമരവിള. പൊൻകുന്നം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 21 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലീല മഹൾ, KK റോഡ്, പൊൻകുന്നം. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബുക്സ്, അതുപോലെ എഴുതുന്ന പെൻ, പരീക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന എന്തെല്ലാമുണ്ട് അതെല്ലാം കൈകളിലെടുത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്നത്തെ എക്സാം ഏറ്റവും നന്നായി എഴുതുവാൻ അങ്ങ് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, പ്രത്യേകിച്ച് ഇന്നത്തെ എക്സാം ടഫായിട്ടുള്ള പലരുമുണ്ട്. അവരെ പ്രത്യേകിച്ച് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഗ്രേഡുകളും നല്ല സ്കോറും ഉണ്ടാകാൻ അങ്ങ് സഹായിക്കുമാറാകണമേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹത്തോടെ അയക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Never go back to the shadow. Never go back to the land of bondage, but live in the land of light.
എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത അനുഗ്രഹങ്ങളിലൂടെ ഞാനും എൻ്റെ തലമുറ ഇപ്പോൾ നടക്കുകയാ എന്ന് പറയുന്നതാണ് കർത്താവിന് ഇഷ്ടം. ആദ്യം ഈ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ബോറായിരിക്കും. ഇവിടെ വന്ന് കർത്താവിനെ ഒന്ന് തുറന്ന് ആരാധിച്ചപ്പോൾ മനസ്സിൽ കിട്ടിയ സന്തോഷം അത് വേറെ എങ്ങും കിട്ടാത്തതാണ്. കാരണം കർത്താവിൻ്റെ ആ സാന്നിധ്യം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ആ പ്രസൻസ് നമ്മൾ അനുഭവിച്ചപ്പോൾ ഉള്ള ആ സന്തോഷം വളരെയാണ്. സിസ്റ്ററുടെ പേര് രേഷ്മി എന്നാണ്. ഓക്കെ. തനിക്ക് കുറേയധികം വർഷങ്ങളായി 2 പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒന്ന്, താൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ചില ശകലങ്ങൾ തൻ്റെ തൊണ്ടയിൽ കെട്ടും. കെട്ടിയ സമയം തന്നെ താൻ പെട്ടെന്ന് ചുമയ്ക്കുമ്പോൾ ഭക്ഷണം ശിരസിൻ്റെ ഉള്ളിൽ, തലയുടെ ഉള്ളിലോട്ട് കയറുമായിരുന്നു. ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല, ഇതൊരു രോഗം പോലെ മിക്കപ്പോഴും ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ചുമയ്ക്കും, അതുപോലെ ഭക്ഷണ പദാർത്ഥം ശിരസിൻ്റെ ഉള്ളിലോട്ട് കയറും. അതുപോലെ തന്നെ തനിക്ക് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടായിരുന്നു. ഹോർമോണിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മുഖത്ത് നിറയെ കുരുക്കൾ വരുമായിരുന്നു, കുറേയധികം കുരുക്കൾ വരുമായിരുന്നു. ഈ പ്രശ്നം വെച്ച്, ഇതൊരു വലിയ രോഗമല്ലാത്തത് കൊണ്ട് അധികം ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ പ്രശ്നം വെച്ച് താൻ കുറേയധികം നാളുകൾ മുൻപോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമൊക്കെ താൻ കാണുമായിരുന്നു. ഒരു ജീവിതത്തിൽ സ്പർശിക്കുന്ന ഒരു ദിവസമായിരുന്നു 2014 നവംബർ 7-ാം തീയതിയിലെ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ്. അന്ന് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് രേഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഴുത്തിൻ്റെ പ്രോബ്ലം മാറ്റുന്നു, അതുപോലെ ഹോർമോൺ ഇൻബാലൻസ് ഇപ്പോൾ സൗഖ്യമാകുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു പ്രാർത്ഥിച്ചു വന്നു. രശ്മി എന്നു പേരുള്ളൊരു സഹോദരിയെ, കഴുത്തിന് പ്രയാസമുള്ള രശ്മി, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ സഹോദരി സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോർമോണൽ ഇംബാലൻസസും പ്രയാസങ്ങളും ഉള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതുവരെയും ഒരു പ്രോബ്ലമില്ല. തൊണ്ടയിൽ ഭക്ഷണം കിട്ടുന്ന ആ ഒരു പ്രശ്നം മാറി. ഇപ്പോൾ മുഖത്ത് ഒരു കുരുക്കളുമില്ല, പൂർണ്ണ സൗഖ്യം. അന്നത്തെ 7-ാം തീയതിത്തെ ബ്ലെസ്സിംഗ് ടുഡേ പ്രേയറിലൂടെ തനിക്ക് അന്ന് സൗഖ്യം ലഭിച്ചു എന്ന് താൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ത്രോട്ടിൽ ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് പോകുന്നു പറഞ്ഞല്ലോ, വാട്ട് വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? എത്ര നാളുണ്ടായിരുന്നത്? ഇല്ല, അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ വിക്കി പോവും, അപ്പൊ ചുമച്ച് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും ഇല്ല, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ മാറും, പിന്നെയും വരും. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ പ്രേയറിന് ശേഷം പിന്നെ അത് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഇത് എന്നെ തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പയ്യെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, എനിക്കിത് സംഭവിക്കുന്നില്ലല്ലോ. പിന്നീടാണ് നോട്ടീസ് ചെയ്തത് അങ്ങനെ ഒരു സംഭവം. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് സൗഖ്യം കിട്ടി എന്നുള്ളത്. അതുപോലെ തന്നെ തൻ്റെ ഹസ്ബൻഡ് റോയ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏകദേശം 1 മാസത്തിൽ പരമായി, തൻ്റെ കഴുത്തിൻ്റെ സൈഡ് വശത്ത് തനിക്കിങ്ങനെ ഒരു വേദനയല്ല, ഒരു പെരുപ്പ് പോലെ, എന്തോ ഒരു അസ്വസ്ഥത പോലെ ഏകദേശം 1 മാസമായി ഇങ്ങനെ കുറേയധികം പ്രോബ്ലം അനുഭവിച്ചുകൊണ്ടിരുന്നു. വേദനയൊന്നുമില്ല, പക്ഷേ ഒരു പെരുപ്പ് പോലെ. ഇത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ കുറേയധികം ടെസ്റ്റുകളൊക്കെ നടത്തി. ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇത് എന്താണെന്ന് അറിഞ്ഞാലേ മരുന്ന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മരുന്നും കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു, കഴുത്തിൻ്റെ സൈഡ് വേദന അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ ഹസ്ബൻഡിൻ്റെ ആ കഴുത്തിൻ്റെ സൈഡിലെ പെരുപ്പ് ഇതുവരെയും വന്നിട്ടില്ല, പൂർണ്ണ സൗഖ്യമാക്കി എന്ന് താൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കൈകൾ ഉയർത്തി നമുക്ക് യേശുവിന് നന്ദി പറയാം. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങളെല്ലാം
ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ നിഴലിൽ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. The title of today's message is Choose Blessings or Curses. ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം ഇതാണ്. നിങ്ങൾക്ക് അനുഗ്രഹമോ ശാപമോ തിരഞ്ഞെടുക്കാം. There is a choice. അതൊരു തിരഞ്ഞെടുപ്പാണ്. This is a choice given by the Almighty God. ഈ ഒരു തിരഞ്ഞെടുപ്പ് ദൈവത്താൽ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. You can choose life or death. നിങ്ങൾക്ക് മരണമോ ജീവനോ തിരഞ്ഞെടുക്കാൻ സാധിക്കും. You can choose prosperity or poverty. നിങ്ങൾക്ക് സമൃദ്ധിയോ ദാരിദ്ര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാൻ You സാധിക്കും. can choose light or darkness. നിങ്ങൾക്ക് വെളിച്ചമോ ഇരുളോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. You know, the children of Israel, they were on the way to the promised land. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം എല്ലാവരും വാഗ്ദത്ത നാടിലേക്ക് പോകുന്ന പോക്കിലായിരുന്നു. And they reached a particular place called Shechem. അവർ എല്ലാവരും ഇപ്പോൾ ഇസ്രായേൽ മക്കൾ എത്തിയിരിക്കുന്ന ഷെഖേം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. When they were standing there, എല്ലാവരും ഈ ഷെഖേമിൽ നിൽക്കുമ്പോൾ God gave them a very, very peculiar instruction. ദൈവം അവിടെ വെച്ച് വളരെ വിചിത്രമായ ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തു. On one side of Shechem there was a mountain. ഈ ഷെഖേമിന്റെ ആ നാടിന്റെ ഒരു ഭാഗം മുഴുവൻ മലനിരകളാണ്. To the north the mountain's name was Abel. ഈ വടക്ക് വശത്തുള്ള ഈ മലനിരകൾക്ക് കൊടുത്തിരുന്ന പേര് ഏബേൽ എന്നായിരുന്നു. And on the south side there was another mountain called Gerizim. എന്നാൽ അതിന്റെ വടക്ക് വശത്തും ഇതുപോലെ മലനിരകളുണ്ട്. ആ മലനിരകൾക്കുള്ള പേര് ഗെരിസീം എന്നായിരുന്നു. So they were between two mountains. അങ്ങനെ ഏബേൽ പർവ്വതനിരയുടെയും ഗെരിസീം പർവ്വതനിരയുടെയും ഇടയിലുള്ള സ്ഥലമായ ഷെഖേമിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. Then God said, അപ്പോൾ ദൈവം പറഞ്ഞു, 6 tribes should go to one side. Tribal heads should go to Abel. ദൈവം അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഗോത്രങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 6 ഗോത്രങ്ങളും അതിന്റെ പിതാക്കന്മാരും ഏബേൽ പർവ്വതനിരയുടെ ഭാഗത്തേക്കായിട്ട് നീങ്ങണം. And 6 others should go to Gerizim. ഇനി അടുത്ത 6 ഗോത്രങ്ങൾ ഗെരിസീം പർവ്വതനിരയുടെ ഭാഗത്തേക്ക് നീങ്ങിപ്പോകണം. Now, when they were standing like that, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ രീതിയിൽ തന്നെ നിൽക്കുമ്പോൾ the priests and the Levites, they started pronouncing a list of curses if they would not obey the commandments of the Lord from Mount Ebal. അവിടെ വെച്ചിട്ട് ഈ ഗോത്രത്തിൽ നിന്നുള്ള തലവന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ ഏബേൽ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിക്കാത്ത ഓരോ വ്യക്തിക്കും ദൈവഭാഗത്തു നിന്ന് വരുന്ന ശാപങ്ങൾ എന്തൊക്കെയാണെന്ന് ഏബേൽ പർവ്വതത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയണം. And after they had pronounced it, all the people said, Amen. ഈ ശാപങ്ങൾ മുഴുവൻ ഏബേൽ പർവ്വതത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഷെഖേമിൽ നിൽക്കുന്ന ജനങ്ങൾ ഉറക്കെ ആമേൻ പറയണം. Then on the other side, on Mount Gerizim, the priests and Levites, they pronounced all the huge list of blessings that they would experience if
they would obey the commandments of the Lord. അടുത്തതായിട്ട് തെക്ക് ഭാഗത്തുള്ള ഗെരിസീം പർവ്വതത്തിൽ നിൽക്കുന്ന ഗോത്രത്തലവന്മാരും അതിനകത്തെ പുരോഹിതന്മാരും ലേവ്യരും കൂടെ അവിടെ ദൈവ വചനം അനുസരിക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ പട്ടിക അവരവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയണം. And then the people would say amen to that. അതിനുവേണ്ടി അവിടെ നിൽക്കുന്ന ജനം അതിനു വേണ്ടിയിട്ട് ആമേൻ ഉറക്കെ പറയണം. Then they brought some stones. അതിനുശേഷം അവർ രണ്ടു കൂട്ടരും കുറെ കല്ലുകൾ എടുത്തു. And they covered it with plaster. എന്നിട്ട് ആ കല്ലുകളെല്ലാം കൂടെ പൊതിഞ്ഞു. And they wrote all the curses on one stone. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കല്ലിന്റെ ഒരു ഭാഗത്തായിട്ട് എല്ലാ വിധത്തിലുള്ള ശാപങ്ങളും അവിടെ എഴുതി വെച്ചു. Another stone they wrote blessings. മറ്റൊരു കല്ലിലായിട്ട് ദൈവത്തിന്റെ ഓരോ അനുഗ്രഹങ്ങളും എഴുതി വെച്ചു. Then the Lord said, അപ്പോൾ ദൈവം പറഞ്ഞു, you can choose either this mountain or you can choose either this mountain. ദൈവം അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഏബേൽ പർവ്വതത്തെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഗെരിസീം പർവ്വതത്തെ തിരഞ്ഞെടുക്കാം. The Mount Abel was barren. No vegetation, nothing. ഏബേൽ പർവ്വതം ആ കാലത്ത് വളരെയധികം തരിശു ഭൂമിയായിരുന്നു, അവിടെ കൃഷികളൊന്നും നടക്കില്ലായിരുന്നു. But Mount Gerizim was very green with a lot of vegetation. എന്നാൽ ഗെരിസീം പർവ്വതം അതുപോലെ ആയിരുന്നില്ല, പച്ച പിടിച്ച് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഗെരിസീം പർവ്വതം. It was a fertile place. അത് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. It was beautiful one. അതും കാണാൻ വളരെ മനോഹരമായിരുന്നു. But God said, എന്നാൽ ദൈവം you പറഞ്ഞു, can either choose this mountain which represents curses or you can choose this mountain which represents all the blessings of the അവിടെ Lord. വെച്ച് ദൈവം തമ്പുരാൻ പറയുകയാണ്, ശാപത്തെ പ്രതിനിധീകരിക്കുന്ന ഏബേൽ പർവ്വതത്തെയോ നന്മയെ അനുഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന ഗെരിസീം പർവ്വതത്തെയോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. You can choose this stone with all the curses or you can choose this stone with all the blessings. അവിടെ കാണുന്ന ആദ്യത്തെ കൽസ്തൂപം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു പക്ഷേ ശാപത്തിന്റെ ഈ കൽസ്തൂപം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു കൽസ്തൂപം കാണിച്ചിട്ട് പറഞ്ഞു അനുഗ്രഹത്തിന്റെ ഈ കൽസ്തൂപം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്രാവശ്യത്തെ ബ്ലെസ്സിംഗ് ടുഡേ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസിൽ പല സെഷനുകളും ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. വളരെ ശക്തമായി ചില വിഷയങ്ങൾ, ചില ടോപ്പിക്സ് പരിശുദ്ധാത്മാവ് മാസങ്ങൾക്ക് മുൻപേ എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. 16 വയസ്സുള്ള സമയത്ത് ടീൻസിലായിരുന്ന സമയത്താണ് യേശുവിന് വേണ്ടി ഞാൻ ഹൃദയം കൊടുക്കുന്നതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായതും ഞാൻ വിശ്വസിക്കുന്നു. ടീൻസും യൂത്ത്സും ഈ പ്രാവശ്യത്തെ കോൺഫറൻസിൽ വരുമ്പോൾ അവരെ യേശു തീർച്ചയായും സ്പർശിക്കും. അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ എങ്ങോട്ടാണ് തിരിയേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ പ്രാവശ്യത്തെ യൂത്ത് ക്യാമ്പിലൂടെ ഇടയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എല്ലാ മാതാപിതാക്കളോടും ടീൻസിലുള്ളവരോടും യൂത്ത്സ് ആയിട്ടുള്ളവരോടും ഞാൻ ഇപ്പോഴേ റിക്വസ്റ്റ് ചെയ്യാൻ തയ്യാറാകുക. ഇപ്പോൾ തന്നെ ടീൻസും യൂത്ത്സും അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്ന തീർച്ചയായും ദിസ് വിൽ ബി എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ യു. പാരൻസ് ഇപ്പോഴേ തന്നെ അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് എല്ലാ ടീൻസിനോടും യൂത്ത്സിനോടും പറയുന്നു, വി വിൽ മീറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം in the presence of God in this conference. Then they offered sacrifices to the Lord. എന്നിട്ട് അവിടെ വെച്ച് ജനങ്ങൾ ഒന്നാകെ ദൈവത്തിന് യാഗമർപ്പിച്ചു. If you read Deuteronomy chapter number 27, ആവർത്തന പുസ്തകം 27-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ, Deuteronomy chapter number 28, ആവർത്തന പുസ്തകം 28, you can read the list of curses and the list of blessings. അവിടെ നിങ്ങൾക്ക് ഏബേൽ പർവ്വതത്തിലും ഗെരിസീം പർവ്വതത്തിലും വെച്ച് പറഞ്ഞിട്ടുള്ള അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെ ലിസ്റ്റ് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ വായിക്കാം. But the important point is that the choice was up to them. The choice was theirs, not God's. എന്നാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ അനുഗ്രഹമാണോ ശാപമാണോ തിരഞ്ഞെടുക്കേണ്ടത് അത് ദൈവം തമ്പുരാൻ ചെയ്യുന്നതല്ല, അത് കേട്ടുകൊണ്ടിരുന്ന ആ മനുഷ്യർ ചെയ്യേണ്ട കാര്യമായിരുന്നു. Hello. Now let us open our Bibles. ഇനി ഇപ്പോൾ നമ്മുടെ ബൈബിളുകളെ നമുക്ക് തുറക്കാം. Deuteronomy
chapter number 30, ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ verses 15 and 16. അതിന്റെ 15-16 വചനങ്ങൾ. Then after that we will read 19 and 20 also. അതിനുശേഷം നമ്മൾ അതിന്റെ 19-20 വചനങ്ങൾ വായിക്കും. Verse number 15. See, I set before you today life and prosperity, death and destruction. For I command you today to love the Lord your God, to walk in obedience to him, and to keep his commands, decrees and laws. Then you will live and increase, and the Lord your God will bless you in the land you are entering to possess. ഇതാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ജീവനും സമൃദ്ധിയും മരണവും നാശവും വെക്കുന്നു. നീ ജീവിക്കുകയും സമൃദ്ധി പ്രാപിക്കുകയും വർദ്ധിക്കുകയും നീ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുവാനും അവിടുത്തെ വഴികളിൽ നടക്കുവാനും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുവാനും ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. Now verse number 19. ഇനി അതിന്റെ 19-ാമത്തെ വചനത്തിലേക്ക് വന്നാലും, This day I call the heavens and the earth as witnesses against you, that I have set before you life and death, blessings and curses. Now choose life so that you and your children may live. 19-ാമത്തെ വചനം. അനുഗ്രഹവും ശാപവും ജീവനും മരണവും നിന്റെ മുൻപാകെ വെക്കുന്നു എന്നതിന് സാക്ഷ്യത്തിനായി ഇന്ന് ഞാൻ സ്വർഗത്തെയും ഭൂമിയെയും വിളിക്കുന്നു. നീയും നിന്റെ മക്കളും ജീവനോടിരിക്കേണ്ടതിന് ഇപ്പോൾ ജീവൻ തെരഞ്ഞെടുത്തുകൊള്ളുക. Verse number 20. And that you may love the Lord your God, listen to his voice and hold fast to him, for the Lord is your life, and he will give you many years in the land he swore to give to your fathers Abraham, Isaac and Jacob. നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുക, അവിടുത്തെ ശബ്ദം ശ്രദ്ധിച്ച് അവിടുത്തോട് പറ്റിച്ചേർന്ന് കൊള്ളുക. യഹോവ നിന്റെ ജീവനാകുന്നല്ലോ. അവിടുന്ന് നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്ത് അവിടുന്ന് നിനക്ക് ദീർഘായുസ്സു നൽകും. This is the choice God gave them. ദൈവം അവർക്ക് വേണ്ടി നൽകിയ തിരഞ്ഞെടുപ്പാണ് നമ്മൾ ഇവിടെ Now വായിച്ചത്. listen to me. ദയവായി എന്നെ ശ്രദ്ധിച്ചാൽ, They are standing in Shechem. ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഷെഖേം എന്ന് പറയുന്ന സ്ഥലത്താണ്. On the left, on one side, Mount Abel, which represents curses. നോക്കുക, അവരുടെ വടക്കു വശത്തായിട്ട് ഒരു പർവ്വതമുണ്ടല്ലോ, ഉറക്കെ പറയാമോ? ഏബേൽ പർവ്വതം നിൽക്കുകയാണ്, അത് ശാപത്തെ കാണിക്കുന്നു. And on the other side, Mount Gerizim, which represents all the blessings from the Lord. എന്നാൽ ഇതാ അവരുടെ തെക്കുവശത്തായിട്ട് മറ്റൊരു പർവ്വതമുണ്ട്, പറയാമോ? ഗെരിസീം പർവ്വതം, അത് അനുഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. Suppose you are in that crowd, what would you choose? ഇനി ഉദാഹരണമായിട്ട് നിങ്ങൾ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഏത് പർവ്വതമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യത? പറയാമോ? ഉറക്കെ പറയാമോ? Gerizim, Mount Gerizim. ഗെരിസീം പർവ്വതമായിരിക്കും നിങ്ങൾ Because we തിരഞ്ഞെടുക്കുക. all want to be blessed. കാരണം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ആവശ്യമുണ്ട്. But unfortunately, many of them chose the other one. എന്നാൽ നിർഭാഗ്യവശാൽ അന്നുണ്ടായിരുന്ന ജനങ്ങൾ കൂടുതലും ഏബേൽ പർവ്വതമാണ് തിരഞ്ഞെടുത്തത്. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഈ പ്രാർത്ഥനാ സമയത്തുള്ളിൽ വിശ്വസിക്കുക, ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് നിൻ്റെ കരം നീട്ടി അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. പ്രത്യേകിച്ച് സ്റ്റൊമക്കിൻ്റെ അകത്ത്
ട്യൂമറുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടലിന് തകരാറുള്ള പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഡിസ്കുകളിലോ അല്ലെങ്കിൽ നട്ടലിൻ്റെ ആ വെർട്ടിബ്രയിലോ ഒക്കെ തകരാറുള്ളവർ യേശുവിൻ നാമത്തിൽ അവരിപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. വിവിധ രീതിയിലുള്ള അലർജികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കണ്ണിൽ അപൂർവമായ ചില രോഗങ്ങൾ വന്ന് കൂടിയിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നവരുടെ കണ്ണിൻ്റെ കാഴ്ച തിരികെ വരികയാണ്. യേശുവിൻ നാമത്തിൽ ആ ഐസൈറ്റ് റെസ്റ്റോർ ചെയ്യപ്പെടട്ടെ ഇൻ ജീസസ് നെയിം. കുട്ടികളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി കർത്താവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ കഴുത്ത് തിരിക്കുവാൻ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ നെക്ക് ഫ്രീ ആകട്ടെ ഇൻ ജീസസ് നെയിം. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. അതുപോലെ ഷുഗർ വല്ലാതെ വർദ്ധിച്ചിട്ട് ശരീരത്തിലെ അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് കാലിൽ നീരുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. കരളിലുള്ള തകരാറുകൾ മാറിപ്പോട്ടെ. കർത്താവ് തിരുനാമത്തിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ ജനത്തെ തൊട്ടതിനാൽ നന്ദി പറയുന്നു. വിടുതലുകൾക്കായി നന്ദി ഇൻ ജീസസ് നെയിം. അത് സംഭവിക്കട്ടെ. കുസുമം എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. ആസ്മ രോഗത്താൽ പ്രയാസപ്പെടുന്ന കുസുമം യേശുവിൻ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ തന്നെ സൗഖ്യം സ്വീകരിക്കട്ടെ. താങ്ക് യു ഫാദർ. പൈൽസ് രോഗം ചില വ്യക്തികളിൽ നിന്നും മാറിപ്പോകുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഈ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.